അത്യാഹിത വിഭാഗത്തിന് സമീപത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഓണാഘോഷം. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ചെണ്ടമേളം, മെഗാ സൈലൻസർ വെച്ച് ഇരുചക്ര വാഹനങ്ങൾ, എയർഫോൺ ഘടിപ്പിച്ച ജീപ്പ് എന്നിവയ്ക്ക് ഉപയോഗിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ ഓണം ആഘോഷിച്ചത്. നമുക്ക് ആദ്യ ദൃശ്യങ്ങൾ കാണാം. ഇരുപത്തിരണ്ട് ചെണ്ടക്കാരുണ്ട്. ഞങ്ങളെല്ലാം ഇറങ്ങി ഓടിക്കും അവിടെ നിന്നിട്ട്. എന്തോ സൗണ്ട് ഈ എന്നാൽ ഇത് അടച്ചിട്ടിട്ട് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ സൗണ്ട് വരുന്നത് എൻ്റെ അകത്തോട്ട് വന്നു. എനിക്ക് നിങ്ങളെല്ലാം നെഞ്ചു കുത്തിക്കൊണ്ട് വിളിക്കുവാണ് അവിടെ നിന്ന് ജനങ്ങളെല്ലാം അവിടെ കാണിക്കുന്നതിന് ഒരു മര്യാദ. ഇത് ഹോസ്പിറ്റലിനകത്താണ് ഇത് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഡോക്ടർക്ക് പഠിക്കുന്ന പിള്ളേർ തന്നെ കാണിപ്പിച്ചു വെച്ചാൽ ഇതിൻ്റെ സൂപ്രണ്ടൊക്കെ ഈ അനുമതി കൊടുക്കാറ്. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. 10-22 ചെണ്ടക്കാരുണ്ടെന്നൊക്കെ ഉള്ളതാണ് ആ ചേട്ടന്റെ പ്രതികരണം. CK അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. അഭിലാൽ, ചെണ്ടയും മേളവും ഒക്കെ ആയിട്ട് ഓണം ആഘോഷിച്ചത് മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഓണം ആഘോഷിക്കണം, സംശയമൊന്നുമില്ല. പക്ഷേ സാധാരണഗതിയിൽ ആശുപത്രിയിൽ കയറിയാൽ തന്നെ അവിടെ സൈലൻസ്, നമ്മളവിടെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മര്യാദ. അതിനിടയിലാണ് ഈ അത്യാഹിത വിഭാഗത്തിനിടയിലുള്ള സമീപത്തുള്ള ആഘോഷം എന്ന് പറയുന്നത്. എന്തെങ്കിലും നടപടി എടുക്കുമോ ഈ കുട്ടികൾക്കെതിരെ? എന്നായിരുന്നു ഈ ആഘോഷം? മാവേലി വേഷധാരി സഞ്ചരിച്ചിരുന്ന ജീപ്പിൽ എയർഫോൺ ഉണ്ടായിരുന്നു. അകമ്പടി സേവിച്ച വിദ്യാർത്ഥികളിൽ അധികം പേരുടെയും ഇരുചക്ര വാഹനങ്ങളിൽ മെഗാ സൈലൻസറാണ് ഉണ്ടായിരുന്നത്. കൂടാതെ വലിയ തോതിലുള്ള സംഘാടനത്തോടുകൂടി ചെണ്ടമേളവും ഈ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി അത്യാഹിത വിഭാഗത്തിന് സമീപത്തു നിന്നാണ് വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര ആരംഭിച്ചത്. ഈ സമയം നൂറുകണക്കിന് രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ചികിത്സ തേടി എത്തിയിട്ടുമുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ബഹളം ആശുപത്രിയുടെ പ്രവർത്തനത്തെ ഡയറക്റ്റ് ബാധിച്ചില്ല എങ്കിൽ പോലും അത് വലിയ തോതിൽ അസ്വസ്ഥതകൾക്ക് ഇടവരുത്തി എന്നുള്ളതായി പരാതികളായി തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം അക്കാഡമിക് ബ്ലോക്കിൽ മാത്രമായി ഘോഷയാത്ര നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതിയാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമായത് എന്നുള്ളതാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഇന്നത്തെ ആഘോഷ പരിപാടികൾ വിദ്യാർത്ഥികൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പക്ഷേ അത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ ജീവനക്കാർക്കും അടക്കം അസ്വസ്ഥതകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതേസമയം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലാണ് ഇതിന്റെ സംഘാടനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ യൂണിയൻ പ്രതിനിധികൾ വിശദീകരിക്കുന്നത്. ആ വിശദീകരണത്തിൽ ഓക്കെയാണ് ആശുപത്രി അധികൃതരും? ഇത് വിദ്യാർത്ഥികൾ പരാതി കോളേജിന്റെയോ അതല്ലെങ്കിൽ ആശുപത്രിയുടെയോ അധികാരികളുടെ മുൻപാകെ രേഖാമൂലം ലഭ്യമായിട്ടില്ല. അതേസമയം ഇത് നടത്തിപ്പുകാരുടെ മുന്നിൽ ഒരു വലിയ വിഷയമായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലർ നേരിട്ട് ഈ വിഷയം കാണുകയും ആഘോഷ പരിപാടികളുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ വലിയ തോതിലുള്ള ശബ്ദ കോലാഹലം ആശുപത്രിയുടെ പരിസരത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് ഇത് പോകുമോ എന്നുള്ളതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. മെഡിക്കൽ കോളേജിലാണ് സംഭവം. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് അത്യാഹിത വിഭാഗത്തിന് അടുത്തായിട്ട് ഇത്തരത്തിൽ സമീപത്ത് തന്നെ ഈ മെഗാ എയർഹോൺ ഉള്ള ഇരുചക്ര വാഹനങ്ങൾ, ഒപ്പം തന്നെ ചെണ്ടമേളവും ഒക്കെയായി ഓണം ആഘോഷിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.